വളരെ മോശമായ പരാമർശവുമായി തിരഞ്ഞെടുപ്പ് വേദിയിലോട്ട് എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. മോശമായ ഒരു പ്രയോഗം തന്നെ സുരേഷ് ഗോപി നടത്തുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നോട്ട് നിരോധന സമയത്ത് നരേന്ദ്രമോദി പൊതുജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്നപ്പോൾ ചില ചോദ്യങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. പൊതുജനങ്ങൾ മോദിക്കെതിരെ വിരൽ ചൂണ്ടിയിരുന്നു. ആ സമയത്ത് അതിന് ന്യായീകരണവുമായി സുരേഷ് ഗോപി വന്നത് ഇങ്ങനെയായിരുന്നു: നരേന്ദ്രമോദി നിങ്ങളുടെ അണ്ണാക്കിലേക്ക് തിരികെ കയറ്റി തരുമോ എന്നതായിരുന്നു അന്ന് സുരേഷ് ഗോപി ചോദിച്ചത്. ഇപ്പോഴിതാ വീണ്ടും വന്നിരിക്കുകയാണ് മോശമായ പ്രയോഗവുമായി സുരേഷ് ഗോപി. ഇപ്രാവശ്യം ഏറ്റവും തരം താണുപോയി എന്ന് വേണം പറയാൻ. കാരണം ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന്, അല്ലെങ്കിൽ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു നടനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ്. വട്ടിയൂർക്കാവിലെ NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കുടുംബയോഗത്തിൽ സംസാരിക്കവെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ മോശമായ പ്രയോഗമുണ്ടാകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബീഹാറിലെ പോലീസ് നരേന്ദ്രമോദിക്ക് കത്തയച്ച ചില സാംസ്കാരിക നായകന്മാർക്കെതിരെ കേസെടുത്തപ്പോൾ കേരളത്തിലെ ചില ആളുകൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണ് എന്ന്. അതിനേക്കാൾ മോശമായ ഒരു പ്രയോഗം നടത്തി. അത് ഇവിടെ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. സത്യത്തിൽ ആർക്കെതിരെയാണ് സുരേഷ് ഗോപി ചേട്ട കേസെടുത്തിട്ടുള്ളത്? നിങ്ങളുടെ സ്വന്തം സഹപ്രവർത്തകർക്കെതിരെയാണ്. രേവതി അടങ്ങുന്ന, അടൂർ ഗോപാലകൃഷ്ണൻ അടങ്ങുന്ന, മണിരത്നം അടങ്ങുന്ന ചില പ്രമുഖർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. എന്തിനാണ് കേസെടുത്തത്? രാജ്യത്ത് ജയശ്രീരാം വിളി കൊലവിളിയാകുന്നു എന്ന് പറഞ്ഞതിനാലാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ആൾക്കൂട്ടാക്രമണം നടത്തുന്ന ആളുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ജയശ്രീരാം വിളിക്കാൻ വേണ്ടിയിട്ട്. തല്ലിക്കൊല്ലുന്ന സമയത്ത് ഇരയോട് പറയുന്നു ജയശ്രീരാം വിളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ജയശ്രീരാം വിളി കൊലവിളിയാകുന്നു എന്നുള്ളതാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടങ്ങുന്ന സാമൂഹിക സാംസ്കാരിക പ്രമുഖർ പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായി അത് സൂചിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിട്ടുള്ളത്. അതിലെന്ത് തെറ്റാണുള്ളത്? പക്ഷേ അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് തനിക്ക് പബ്ലിസിറ്റി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകൻ കോടതിയെ സമീപിക്കുകയും അതിലൂടെ കേസെടുക്കുകയും ചെയ്തു. പിന്നീട് ആ കേസ് അവർ തന്നെ ഒഴിവാക്കുകയും ചെയ്ത ഒരു വിഷയമാണ്. ആർക്കാണ് ഗോപി ചേട്ട നിങ്ങൾ ചൊറിച്ചിലുണ്ട് എന്ന് പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങൾക്കാണോ? ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസികൾക്കാണോ? ഇങ്ങനെയുള്ള പ്രയോഗവുമായി തിരഞ്ഞെടുപ്പ് വേദിയിൽ സജീവമാകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിന് കലക്കൻ മറുപടി തരാനുള്ള ആൺകുട്ടികൾ കേരളത്തിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.